ഹലോ ഹായ്, ക്രിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം IPL 19ാം സീസൺ അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. അതായത് ആവേശത്തിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കും. ഓരോ മത്സരവും എത്ര ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ഓരോ കളികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇന്നത്തെ മത്സരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് മത്സരിക്കുന്നത് GT SRH തമ്മിലാണ്. നമുക്ക് ഒരു പ്ലേയിങ് 11 നോക്കി നോക്കുക. ആദ്യം ഗുജറാത്തിൻ്റെ പ്ലേയിങ് 11 നോക്കി കഴിഞ്ഞാൽ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ജെയ്സൺ ഹോൾഡർ, രാഹുൽ തിവാട്ടിയ, ഹർഷാദ് ഖാൻ, റഷീദ് ഖാൻ, മനോജ് സുധർ. അതല്ലാന്നുണ്ടെങ്കിൽ സിന്ധു വരും, കസിംഗോ റബാദ, മുഹമ്മദ് സിറാജ്, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രസീദ് കൃഷ്ണയും വന്നേക്കാം. ഇനി സൺറൈസേഴ്സിന്റെ പ്ലെയിനിലേക്ക് നോക്കി കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ഹെൻറിക് ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അങ്കിത് വർമ്മ ഓർ സംബ്രാൻ രവിചന്ദ്രൻ, സെലിൽ അറോറ, പാറ്റ് കമ്മിൻസ്, അർഷ് ദൂബെ, ശിവൻ കുമാർ, സക്കിബ് ഹുസൈൻ, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇഷാൻ മലിക്കയും വന്നേക്കാം. ഇന്നത്തെ പിച്ചിന്റെ കണ്ടീഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ആർക്കാണ് ടോസ് കിട്ടുന്നത് അവർ ബോളിംഗ് തിരഞ്ഞെടുക്കുക എന്നതിലാണ് പിച്ചിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇതിനു മുന്നേ കളിച്ച 5 മത്സരങ്ങളും അവിടെ കളിച്ചപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ടോസ് ഇന്നത്തെ കളിയിലൊരു നിർണായക ഘടകമാണെന്നുള്ളത് നമുക്ക് വിചാരിക്കാം. രണ്ട് ടീമും, അതായത് SRH പവർഫുൾ ഹിറ്റിംഗ് ടീമാണ്, അതേപോലെ തന്നെ GT ഒരു ക്ലാസ് ടീമാണ്. അതായത് ക്ലാസും ഒരു പവർഫുൾ ഹിറ്റ് ടീമിനും കളിച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് കളി കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൺറൈസേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ആണ് ഏറ്റവും വലിയ ശക്തി. അതായത് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും. ദെൻ ഇഷാൻ കിഷനും വൺ ഡൗൺ വരുന്നത് അവർക്ക് എന്താ ചെയ്യാണ്, അവരുടെ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഹെൻറിക് ക്ലാസൻ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ സീസണേക്കാൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഈ സീസണിൽ. അത് ടെസ്റ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ആ ബോളിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് എന്ത് ചെയ്തത്, നിതീഷ് കുമാറിൻ്റെ ആ ഒരു ഫോം നഷ്ടപ്പെട്ടത്. ആ ഫോം നിതീഷ് കുമാർ റെഡ്ഡി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളിങ്ങിലും ആൾ നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. ബോളിൻ്റെ സ്പീഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ 130, 140 ആൾ ബോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യക്ക് ഒരു നല്ലൊരു ഫേസ് ഓൾറൗണ്ടറെ കിട്ടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി ടെസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് ആളെ ഭാവി കളയായിരുന്നാൽ മാത്രം. സണ്ണിൻ്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റനായി പാറ്റ് കമ്മിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ബോളിങ്ങിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതേപോലെ തന്നെ ഇഷാൻ മലിക്കയും സക്കിബ് ഹുസൈനും ഇന്ത്യക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ബോളറായിട്ട് ഈ സാക്കിബ് ഹുസൈൻ വളരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അങ്ങനത്തെ ഒരു ബോളറാണ്. പിന്നെ സ്പിന്നായിട്ട് ഹർഷ് ദുബെ ഉണ്ട്, ശിവാജി കുമാറും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്ലേയിങ് 11 തന്നെയാണ് സൺറൈസേഴ്സ് ഇന്നിറങ്ങാൻ പോകുന്നത്. ഇനി GTയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ത്രിമൂർത്തി, അതാണ് അവരുടെ ടീമിന്റെ ഫുൾ കരുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കരുത്ത്. അതായത് ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, അതേപോലെ തന്നെ ജോസ് ബട്ട്ലർ. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഈ ഒരു 3 നിര പൊളിഞ്ഞു കഴിഞ്ഞാൽ ടീമിന്റെ അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ്. ടീം ചെറിയ സ്കോറിൽ ഒതുങ്ങാം. അപ്പോൾ ഇവർ കൊടുക്കുന്ന സ്റ്റാർട്ടിൽ നിന്നുമാണ് ടീം എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സ്റ്റാർട്ടിൽ നിന്നല്ല, ഇവര് ഒരു 15 ഓവർ വരെ ഇതിൽ ആരെങ്കിലും ഒരാൾ നിന്നേ പറ്റുള്ള ടീമിന്. പിന്നീട് ഇറങ്ങുന്ന വാഷിംഗ്ടൺ സുന്ദർ ആയാലും ജെയ്സൺ ഹോൾഡർ ആയാലും ഡിവാട്ടിയാലും കളിക്കുന്നതിന് വേണ്ടി ഒരു പരിധി ഉണ്ട് എന്നതിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേരാണ്. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോളിംഗ് തന്നെയാണ്. പ്രസീദ് കൃഷ്ണ, അതേപോലെ തന്നെ കസിംഗോ റബാദ, മുഹമ്മദ് സിറാജ്. കസിംഗോ റബാദ നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ 4 അടിപൊളി ഓവർ ഇറങ്ങിയിട്ടുണ്ട്. അർഷാദ് ഖാൻ എന്ന ബോളർക്ക് പോലും കഴിഞ്ഞ കളിയിൽ ബോളിംഗ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അത്രയും നന്നായിട്ടാണ് ഇവർ കഴിഞ്ഞ കളിയിൽ ബോൾ ചെയ്തിട്ടുള്ളത്. ഈ 2 ടീമിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്താവുന്നില്ലത് അറിയില്ല. ഒരു ക്ലാസ് ടീം, അതേപോലെ തന്നെ ഒരു പവർഫുൾ ടീം. ക്ലാസ് ആണെങ്കിൽ പോലും 200 റണ്ണിന് സ്കോർ ചെയ്യാൻ പറ്റും കപ്പാസിറ്റിയുള്ള ടീം തന്നെയാണ്. പക്ഷേ ക്ലാസ് ടീമാണ്, പവർഫുൾ ഹിറ്റിംഗ് ടീമല്ല, ക്ലാസ് ടീമാണ്. ശുഭ്മാൻ ഗിൽ ഇപ്പോൾ ഫുൾ അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശുഭ്മാൻ ഗിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് ടീമാണ് പ്ലസ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് കഴിഞ്ഞാൽ പവർഫുൾ ഹിറ്റിംഗ് ടീമാണ്. ഇല്ല പേര് മൊത്തം, അതായത് ടീമിലുള്ള ആൾക്കാരെല്ലാം പവർഫുൾ ഹിറ്റിംഗ് ടീമാണ്. അപ്പോൾ ഒരു ഹിറ്റിംഗ് ടീമും ക്ലാസ് ടീമും മത്സരങ്ങൾ കാണാം. കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി റിവ്യൂസ് ഇടാം. ഓക്കെ, ബൈ.